കഷ്ടമുണ്ട് സാറേ. സാർ ഇവിടെ ഇവന്മാരുടെ കഥയും കണ്ട് സിനിമ എടുക്കാൻ പോകണം. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കണം സാറേ. ഇതുപോലുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള അന്വേഷണം കാരണം പല കേസുകളും എവിടെ എത്താതെ പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും വിനീതേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഡേ കൂടുന്നുണ്ട് നീ ഒന്ന് കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടി കുറച്ചുകൂടെ കഥകൾ പറയുള്ളൂ. എനിക്ക് പുള്ളിയുടെ 100,000 കഥകളുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അതൊന്നും ഞാൻ പറയാത്ത അല്ലെങ്കിൽ പുള്ളിയുടെ കുറച്ചധികം കഥകളൊക്കെ ഉണ്ട്. പുറത്ത് കുറെ മീഡിയക്കാർ നിൽപ്പുണ്ട്. ഞാൻ പുറത്തിറങ്ങി ഒരു ഇന്റർവ്യൂ കൊടുത്താലുണ്ടല്ലോ സാറിന് എന്റെ ഇന്റർവ്യൂവിന്റെ ഇമ്പാക്ട് അറിയില്ല. ഫ്ലാഷ് ബാക്ക്. എന്റെ കഥകൾ അങ്ങനെ ഞാൻ ഒരു ഇത് ബേസ്ലെസ് ആയിട്ട് ഞാൻ കഥ പറയാറില്ല. ഞാനൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും. ഫൗണ്ടേഷന്റെ പുറത്ത് ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടേഴ്സിനെയൊക്കെ മാറ്റിയും ഇതൊക്കെ ഉണ്ട്. നടന്ന കഥയായിരിക്കും. ഒരു അടിത്തറ വെച്ചതിന് ശേഷം അല്ല ഉള്ള കഥേനെ ഞാൻ ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ഒന്ന് വളച്ചൊടിച്ചൊക്കെ പറയാറുണ്ട്. നിന്റെ ഇന്റർവ്യൂ കണ്ട അന്നോട്ട് നിന്നെ ഞാൻ ഓങ്ങി വെച്ചോ. നീ എന്നെ എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കും. നീ കൊടുക്കോ? നീ കൊടുക്കുമെന്ന് ഞാൻ ഇല്ലാത്ത കഥയൊന്നും പറയാറില്ല. എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ഒരു കഥ ഉണ്ടാക്കുക അല്ലെങ്കിൽ കഥ വെറുതെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? വിനീതേട്ടൻ പറയണത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത് അതെന്റെ സ്റ്റോറി ടെല്ലറിന്റെ സൗകര്യവും അതിന്റെ ഇതുവാ എടുക്കുക താല്പര്യം. ഇല്ലാത്ത നുണകളോ നുണക്കഥകളോ ഞാൻ പറയാറില്ല. എല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കഥ പറയുമ്പോ നമ്മൾ ഒന്ന് അങ്ങനെ കേൾക്കുമല്ലോ. ഇന്റർവ്യൂ കൊടുത്ത ആൾക്കാർ നാച്ചിക്കുക. സൈബർ സെല്ലിൽ വിളിച്ച് പറ അവന്റെ ഇന്റർവ്യൂ ഒറ്റ ഓൺലൈൻ ചാനലിന്റെ പരസ്യം പോലും ഉണ്ടാവാൻ പാടില്ല. ഇന്റർവ്യൂ ചെറുങ്ങനെ മസാല നമ്മള് അത്രേ ഉള്ളൂ.